കൈമാറിയിട്ട് പിന്നെ നേരെ പാണക്കാട്ടേക്കാണ് വന്നത്. ആ സമയത്ത് പറഞ്ഞുകൂടായിരുന്നോ, ഖസറജിയെ നേർക്ക് നേരെ മുമ്പിൽ നിങ്ങൾക്ക് പാണക്കാട്ട് കിട്ടിയിട്ട് എന്തേ നിങ്ങൾ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാതെ പോയി എന്ന് മഹാനാകുന്ന ഹൈദരലി ശിഹാബ് തങ്ങളെ കുറ്റപ്പെടുത്തി ചോദിച്ചല്ലോ ഇന്നലെ. അതേ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളെ കേവലം കുറ്റപ്പെടുത്തുന്നത് ഈ മുടിയുടെ വിഷയത്തിൽ മാത്രമല്ലല്ലോ. മുടി ഇപ്പോഴല്ലേ നിങ്ങളെ കയ്യിൽ വന്നത്? ഈ മുടി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തുടങ്ങി വെച്ചത് മുഴുവനും എങ്ങനെയാണ്? അതാ ജലീൽ സഖാഫി പറഞ്ഞത്, നിങ്ങൾക്ക് അലിഫ് എഴുതി തന്നത് അരവിന്ദാക്ഷ മേനോനാണ്. ആ അലിഫിലെ പിഴവാണ് കാണുന്നത്, ആ തുടക്കത്തിലെ പിഴവാണ് കാണുന്നത്. പക്ഷെ ആ പിഴവ് എവിടത്തോളം എത്തി? സിറാജ് പത്രത്തിന്റെ ഒരൊറ്റ പേജ്, സിറാജ് പത്രത്തിന്റെ ഒരൊറ്റ പേജ്. AP എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന പേര് ഏതാണ് എന്ന് അവർക്ക് ഉറപ്പില്ല, ഏതാണ് അവർക്ക് ഉറപ്പില്ല. എന്നിട്ട് ഇതിൽ തന്നെ ഒരു ഭാഗത്ത് ഖമറുൽ ഉലമ എന്നുണ്ട്. ആയിക്കോട്ടെ, പാതിരാക്ക് വരാൻ പറ്റിയ സാധനം. അതേ സമയത്ത് മറ്റൊരു ഭാഗത്തുള്ളത് സുൽത്താനുൽ ഉലമ എന്നാണ്. വേറെ ഭാഗത്ത് ഇതേ പേജിൽ തന്നെ വേറൊരു ഭാഗത്തുള്ളത് ഖുതുബുൽ ആലം എന്നാണ്. നിങ്ങൾ ആലോചിക്ക്, ഒരു മനുഷ്യന് കൊടുക്കുന്ന പേര്. ഇത് AP വിഭാഗത്തിലെ ആളുകൾ ചിന്തിക്ക്. നേതാക്കളായി, വൈസ് പ്രസിഡന്റുമാരായി, ജോയിന്റ് സെക്രട്ടറിമാരായി, അതുപോലെ മുശാവറ അംഗങ്ങളായി ഞെളിഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. നിങ്ങളൊക്കെ ഇരുത്തിയിട്ട് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് കാശുണ്ടാക്കുന്ന ഇയാളെ പറ്റി നിങ്ങളുടെയൊക്കെ പത്രം എന്ന് പറഞ്ഞ സിറാജിൽ തന്നെ ഖുതുബുൽ ആലം ആരെ പറ്റി നിങ്ങൾ പറ. ഈ പറയപ്പെട്ട AP പറ്റി ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിന്റെ ഖുതുബിനെ പിന്നെ എന്താണ് നാം പറയുക? അതല്ലേ ആലോചിക്കുക. ഇവിടെ ആരെപ്പറ്റും റസൂൽ, ആരെപ്പറ്റും നബി എന്നിങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? ഉലാ നബി ആസാദ്, അയാളെ നബിയ? ഇനി അയാളെ മുടി കൊണ്ടുവന്നിട്ട് AICC കൊണ്ടുവന്ന മുടിയാന്ന് പറഞ്ഞിട്ട് ഇനി അയാളെ മുടി റസൂലാന്റെ മുടിയാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു പേര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അള്ളാഹുവിന്റെ അംബിയാഇന്, അള്ളാഹുവിന്റെ ഔലിയാഇന്, മഹാരഥന്മാരാകുന്ന മശായിഖിന് ഒരു സ്ഥാനം ഈ ഉമ്മത്ത് കൽപ്പിക്കുന്നില്ലേ? ആ പരിശുദ്ധമായ ദർഗയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഖുതുബുൽ ആലം എന്ന് പറയുന്ന ഒരു പദവി. ആ പദവി ഒരു സമ്പൂർണമായ മഹല്ല് പോലും മലപ്പുറം ജില്ലയിൽ കാണിച്ചു തരാനില്ലാഞ്ഞിട്ട് പോലും മലപ്പുറം ജില്ലാ ഖാദി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മലപ്പുറത്തേക്ക് കാലെടുത്ത് വെച്ച പ്രിയപ്പെട്ട AP ചോദിക്കുന്നു, നിങ്ങൾക്ക് വാദമുണ്ടോ നിങ്ങൾ ആലമിന്റെ ഖുതുബാണ് എന്നുള്ളത്? എന്നാ പിന്നെ ആ ആലമിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാം. നിങ്ങൾ ആലമിന്റെ ഖുതുബാണ്, ഞങ്ങൾ ആ ആലമെന്ന് ഞങ്ങൾ മാറി നിൽക്കാം അല്ലെ? അരീക്കോട്ട് കൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോവുകയാണ്. കുട്ടികളെ കയ്യിൽ മൈക്കട്ടി എന്ന് പറയാലോ, 18 കോടി മുസൽമാന്റെ ശങ്കിലച്ചോല, അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള് AP എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുക. അപ്പൊ ഒരു വയസ്സായ കാക്ക കൈയൊട്ടിട്ട് പറഞ്ഞു, മോനെ അവിടെ നിൽക്കുകയാണ്, ഇന്ന് ഒഴിവാക്കിയ ആൾട്ടാണ്, ഇന്ന് ഒഴിവാക്കിയാളാണ്. ഇത്രേ ഉള്ളൂ. ഈ ആലമെന്ന് ഞങ്ങളെ മാറ്റിയിട്ട് വേറൊരു ആലം പറ്റി ആ ആലമിൽ ഇയാളിങ്ങനെ കുന്തം പോലെ കുത്തുബായി ഇങ്ങോട്ടെ, കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഇത് AP വിഭാഗത്തിന്റെ ആളുകളാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വാദമുണ്ടോ ഖുതുബുൽ ആലമാണ് എന്നുള്ളത്? 12 ചോദ്യം നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എറിയാനോ കൈ കൊണ്ട് പിടിക്കാനോ കഴിയാത്ത രൂപത്തിൽ ഈ അന്തരീക്ഷത്തിലേക്ക് ഒരു ചോദ്യം എറിയുന്നു. കാന്തപുരം ഖുതുബുൽ ആലം ആണോ അല്ല എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. അത് പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടാലൊന്ന് ആണെങ്കിൽ ആണ് എന്ന് പറയും, എന്നാൽ നിങ്ങളെ പറ്റി തീരുമാനിക്കാം. അല്ലെങ്കിൽ അല്ല എന്ന് പറയും, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മൂപ്പരെ പറ്റി തീരുമാനിക്കാം. അതാ പിന്നെ അടുത്ത പരിപാടി. എന്തെങ്കിലും പറഞ്ഞു പോകല. റളിയല്ലാഹു തആല അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു, അജ്മീർ ഖാദി റളിയല്ലാഹു തആല അൻഹു, മഹാരഥന്മാരാകുന്ന ആളുകൾ, അവരെ പറ്റിയൊക്കെ പ്രയോഗിക്കുന്ന ഓരോ പ്രയോഗങ്ങൾ ഇപ്പോൾ പിന്നെ പുതിയ ഒരു സ്വർഗമുള്ള രൂപത്തിലാണ് ഇവരെ പ്രചരണങ്ങൾ. ആ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന AP ആണ്. പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങൾക്ക് ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച സ്വർഗവും നരകവുമില്ലേ? ആ സ്വർഗത്തിലേക്ക് ഇവിടെ പ്രവേശിക്കാൻ ആർക്കും അനുമതി തരേണ്ടത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എന്താണെങ്കിലും ഇയാളല്ലല്ലോ ടിക്കറ്റ് കൊടുക്കുക. കോഴിക്കോട് നിന്ന് 13 കിലോമീറ്റർ അങ്ങകലെ കാരന്തൂരിലെ തെങ്ങുന്തോട്ടുണ്ടല്ലോ, അവിടെയാണോ? എവിടെയാണ് ഈ സ്വർഗം ഉള്ളത്? മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ
ഇയാളെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണം എന്ന് ഒരു ഈക്കക്കാരൻ സ്വപ്നം കണ്ടല്ലോ. ആ ഈക്കക്കാരൻ ആരാൻ ചോദിച്ചത്? അത് സാരമില്ല, അത് പോട്ടെ, ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോകാത്ത മറുപടി നിങ്ങളെ കയ്യിലല്ലോ, നിങ്ങൾ വസലാക്കുന്നില്ല. അതേ സമയത്ത് ആ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാണ്? റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ എപിയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ അത് വബി മുഹമ്മദിൻ നബിയ എന്ന് ഈ ഉമ്മത്ത് പഠിച്ചിട്ടുള്ള ആ പരിശുദ്ധ നബിയെ പറ്റി അല്ലല്ലോ. കാരണം എപിയുടെ കൈ പിടിച്ചാൽ, ആ കൈ വിടാതിരുന്നാൽ ഒരിക്കലും നബി തങ്ങളെ കൈ പിടിക്കാൻ കഴിയൂല. അത് ഉറപ്പാ, അതിൽ യാതൊരു സംശയവുമില്ല. അതേസമയത്ത് ഇയാളെ കൈ പിടിച്ചാൽ പിന്നെ കാണുന്ന ഒരു മുഹമ്മദ് നബി, അത് ഏതാ? അത് നിങ്ങൾ പറയണം, അത് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് ബോധ്യമാണ് നിങ്ങൾ ഇവിടെ ഒരു പുതിയ മതം ഉണ്ടാക്കുകയാണ്, അത് ഞങ്ങൾ വിശദീകരിച്ചു തരാം, ഞങ്ങൾ വിശദീകരിച്ചു തരാം. അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് മുസ്തഫ നബി തങ്ങളിലേക്ക് ചേർത്തി കൊടുത്തത് ഞങ്ങൾക്കറിയാം. ഓസുല്ലാഹു റളിയല്ലാഹു അൻഹു ചേർത്തി കൊടുത്തത് ഞങ്ങൾക്കറിയാം. മമ്പുറത്തെ ഖുതുബുസ്സമാൻ തങ്ങൾ ചേർത്തി കൊടുത്ത ഞങ്ങൾക്കറിയാം. അതേ സമയത്ത് അങ്ങനെ സ്വാലിഹീങ്ങളാകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതേ സമയത്ത് ഇയാളെ കൈ പിടിച്ചാലേ നബി തങ്ങളെ കാണാവൂ എന്ന് നിങ്ങൾ ഔദ്യോഗികമായി പ്രസംഗിച്ച് ഔദ്യോഗികമായി നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ള ഒരു കാസറ്റിൽ അങ്ങനെയുണ്ടല്ലോ. ആ മുഹമ്മദ് നബി ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് തെളിയിച്ചു പറഞ്ഞു തരണം. അങ്ങനത്തെ ചില വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അത് തന്നെയാണ് ഈ ഉമ്മത്തിനിടയിൽ ഇതൊരു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമായി ഇതിനെ കാണേണ്ടതില്ല. അങ്ങനെയല്ല ഇത്. ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിനെ പൊളിച്ച് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ദീൻ ഇസ്ലാമിന്റെ പേരിൽ അവർ പടച്ചുണ്ടാക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സത്താർ സാഹിബ് സൂചിപ്പിച്ച പോലെ പല ആളുകളും മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ബിദഈ കക്ഷികളിലേക്ക്, പുതിയ ഒരു സിദ്ധാന്തത്തിലേക്ക്, പുതിയ ഒരു ദീനിലേക്ക്, പുതിയ ഒരു മതത്തിലേക്ക് ഉള്ള ഒരു പ്രവേശനമായിട്ട് ഞങ്ങൾ ഇത് വെറുതെ കണക്കാക്കുന്നതല്ല. എല്ലാ പിഴച്ച കക്ഷികളും തുടങ്ങിയതുപോലെ നിങ്ങളും തുടങ്ങിയത് ആ രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നതും അവിടെ തന്നെയാണ്. മഹാനാകുന്ന ഗൗസുൽ സയ്യിദി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇവിടെ പിഴച്ച ആളുകൾ ആക്ഷേപിച്ചത് ഇസ്ലാമിന്റെ പുറത്താണ് എന്ന തരത്തിൽ തന്നെയാണ്. ഒരുപാട് പ്രസിദ്ധീകരണത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ, വഹാബികൾ ലഅനഹുമുല്ലാഹ്, വളരെ അപകടമാണ്. മുജാഹിദ്, ജമാഅത്ത് എന്നൊക്കെ സംഘടനാപരമായി അവർ പേരുകൾ എന്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പിഴച്ച കക്ഷികളൊക്കെ വലിയ അപകടമാണ്. ആ പിഴച്ച കക്ഷികളിൽ അഥവാ പെട്ടുപോയാൽ ഒരു സംശയവും വേണ്ട, നരകത്തിൽ കിടക്കേണ്ടി വരും. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ വിഷയം ഗൗരവത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ആ ബിദ്അഈ കക്ഷികൾ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സ്തുതിമ. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം മഹാനാകുന്ന റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് പിടിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചു. ഈ സെക്കൻഡ് വരെ പിൻവലിക്കാതെ മഹാനാകുന്ന തങ്ങളെ ഇസ്ലാം എന്ന് പുറത്താക്കാനാണ് ബിദ്അഈ കക്ഷികൾ ഒരു കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പിൻഗാമികൾ തന്നെയാണ് ഇവിടെ ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനെയും ഇവിടെ കഫറ എന്ന പ്രയോഗം നടത്തി ആക്ഷേപിച്ചത്. ഞാൻ വേദനയോടെ ഒരു കാര്യം, നല്ലവരാകുന്ന ഈ സദസ്സിന് മുമ്പിൽ എനിക്ക് പറയാൻ പോലും പ്രയാസമുണ്ട്. പക്ഷേ ഒരു കാര്യം, അവരുടെ പ്രവർത്തനം എത്രമാത്രം ആഴ്ന്നിറങ്ങി എന്ന് ബോധ്യപ്പെടാൻ 2 വർഷം മുമ്പ് ഒരു പൊതുപരീക്ഷ നടക്കുക. ആ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിലാണോ 5ാം ക്ലാസ്സിലാണോ എന്ന് ഉസ്താദുമാർ, മദ്രസയിലെ ഉസ്താദുമാർക്ക് ഓർമ്മയുണ്ടാകും. പൊതുപരീക്ഷയിലെ ഒരു ചോദ്യം ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ്. മഹാനാകുന്ന ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്നു സമസ്തയുടെ ഏതുവരെ? ശരിയായ ഉത്തരം ഒന്നുകിൽ 996 ആഗസ്റ്റ് മാസം 18 വഫാത്താകുന്ന ആ ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റ് വരെ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ശൈഖുന വഫാത്താകുന്നത് വരെ. ഇതാണ് ശരിയായ മറുപടി. ആ മറുപടി തന്നെയാണ് അധികം കുട്ടികളും എഴുതിയിട്ടുള്ളത്. പക്ഷേ ചാവക്കാട് ഭാഗത്തുനിന്ന് വന്ന ഒരു പരീക്ഷാ പേപ്പർ, പൊതുപരീക്ഷ ചേളാരിയിൽ വെച്ചിട്ടാണല്ലോ പൊതുപരീക്ഷയുടെ പേപ്പറുകൾ നോക്കുന്നത്. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കണ്ണ് നിറഞ്ഞുപോയി.
ആ പേപ്പർ കാണിച്ചു കൊടുത്ത ആരൊക്കെയാണോ കണ്ടത് അവരൊക്കെ മനസ്സ് വേദനിച്ചു പോയി. ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു ഏതുവരെയായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചത് എന്ന ചോദ്യത്തിന് ഒരു പെൺകുട്ടിയുടെ, അതും ചാവക്കാട് ഭാഗത്തുള്ള സമസ്തയുടെ മദ്രസയിൽ നിന്ന് വന്ന ഒരു പരീക്ഷാ പേപ്പറിൽ വന്ന ഉത്തരം പറയാൻ പ്രയാസമുണ്ട്, അദ്ദേഹം കാഫിറാകുന്നത് വരെ. ഇത് കണ്ടപ്പോൾ ആ പേപ്പർ കയ്യിൽ പിടിച്ച് നമ്മുടെ മുഫത്തിഷുമാർ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഗൾഫിൽ പിതാവിൻ്റെ കൂടെ മാതാവിൻ്റെ കൂടെ ഫാമിലി സഹിതം താമസിക്കുന്ന ഒരു ഗൾഫുകാരൻ, അദ്ദേഹത്തിൻ്റെ മകൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ആ കുട്ടിയെ തൽക്കാലം മദ്രസയിലൊന്ന് ചേർത്തിയതാണ്. അവിടെയാണെങ്കിൽ AP വിഭാഗത്തിൻ്റെ പ്രവർത്തകനും അവരെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി നിരന്തരമായി കേട്ട ഒരു പ്രഭാഷണത്തിൽ നിന്ന് ആ കുട്ടിയുടെ മനസ്സിൽ കയറിയ ഒരു ചിന്ത ശംസുൽ ഉലമാഇ റളിയല്ലാഹു തആല അൻഹുവിനെ ചിത്രീകരിച്ചുകൊണ്ടാണ്. ഇവർ തന്നെ വലിയ നേതാവ് ഉള്ളാൾ തങ്ങൾ തന്നെയാ പ്രചരിപ്പിച്ച് അതിൻ്റെ ആ പ്രചാരണം അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. എന്നിട്ട് ഒരു തവണയല്ല പല തവണ പല സ്ഥലത്തും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. നീ ഹക്കിന്റെ മേലാവിടെ ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ എന്തേ ആ വിഷയത്തിൽ ഒരു ചെറിയ ഒരു തിരുത്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വരാതെ പോയി. അങ്ങനെ പോയി അവസാനം ഇപ്പോൾ അവർ പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളിൽ സിറാജ് പത്രത്തിലെ ലേഖനത്തിൽ അവർ ഇറക്കിയ പുസ്തകത്തിൽ ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നാണ്. ചേളാരി സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി മുസ്ലിയാർക്ക് ഹൈന്ദവ വിശ്വാസം ഉണ്ടോ എന്ന ചോദ്യം, അവിടുത്തെ ചോദ്യം. നിങ്ങൾ ആലോചിക്ക്, ഇതൊരു സംഘടനാ താല്പര്യമാണോ? ഒരു കാലത്ത് ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി കള്ളിത്തുണിത്ത കാക്കാന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഒരു മാന്യമായ സ്വഭാവത്തിൽ ഞങ്ങൾ ഉസ്താദ് കള്ളിത്തുണിയെങ്കിലും എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അവിടുന്ന് മാറി, ഇപ്പൊ ശൈലി തന്നെ മാറി. എന്നിട്ട് ഇപ്പോൾ അവർ പറയാൻ തുടങ്ങിയത് എന്താണ്? ഹൈന്ദവ വിശ്വാസം ഉണ്ടോ? പച്ച മലയാളത്തിൽ ഒരാളെ പറ്റി, ഏതെങ്കിലും നാടൻ മനുഷ്യനെ പറ്റി ഈ കാര്യം പറയുമ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? ഒറ്റ വാക്ക് നാവ് കൊണ്ട് അങ്ങനെ സ്വകാര്യമായി പറഞ്ഞു പോകല്ല, ശരിക്കും എഴുതി കൊടുക്കുക, എന്നിട്ട് പത്രത്തിൽ അച്ചടിക്കുക, പ്രൂഫ് നോക്കാൻ ആളുകൾ, പിന്നെയും നോക്കാൻ ആളുകൾ, അവസാനം പത്രത്തിൽ അച്ചടിച്ചു വന്ന ശേഷം പിന്നെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക. ഇക്കഴിഞ്ഞ ജൂൺ 10 വെള്ളിയാഴ്ചയിലെ പത്രത്തിൽ, സിറാജ് പത്രത്തിൽ അവർ എഴുതിയില്ലേ ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കയ്യിൽ ഒരു മുടിയുണ്ട് എന്ന് പറയുന്നത് പരസ്പര വൈരുദ്ധ്യങ്ങളാകുന്ന ആശയങ്ങളാണ് അവർ ഒന്നിനു പിറകെ ഒന്നൊന്നായി പറയുന്നത്. അതിൽ മറ്റൊന്ന് അതേ സമയത്ത് പറയുന്നത് മുഴുവനും അബദ്ധം. ആ വിധത്തിൽ മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങളെ, ബഹുമാനപ്പെട്ട ഉലമാഇനെ ആക്ഷേപിച്ച് മുന്നോട്ട് പോയി. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കൾക്കെതിരിൽ അതൊക്കെ പറയാൻ പ്രയാസമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഇവിടെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയ കാസറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗം നിർത്തിവെക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറയാൻ പാടില്ലാത്തൊക്കെ അവർ പറഞ്ഞു, എഴുതാൻ പാടില്ലാത്തത് എഴുതി, പ്രചരിപ്പിക്കാൻ പാടില്ലാത്തത് പ്രചരിപ്പിച്ചു. പക്ഷേ അപ്പോഴും ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഒന്നുമല്ല, ബഹുമാനപ്പെട്ട പാണക്കാടാണ് മുസ്ലിം ഉമ്മത്തിന്റെ അത്താണി എന്നുള്ളത് അവർക്കറിയാം. അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കിയിട്ട് ഇവരുടെ കേന്ദ്രമാണ് അത്താണി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ഒരു ശ്രമമായി ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരാളെ മലപ്പുറം ഭാഗത്ത് കൊണ്ടുവന്നു. അയാളെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു, ഒരു കാലത്ത് പാണക്കാടായിരുന്നു മുസ്ലിമീങ്ങളെ അത്താണി, ഇന്നത് സ്വലാത്ത് നഗറാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ അത്താണി സ്വലാത്ത് നഗറാണ് എന്ന് സ്ഥാപിക്കാൻ, AP വിഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ഭാഗത്ത്, മലപ്പുറം ജില്ലാ ഖാദി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ പിടിച്ചിട്ട് അദ്ദേഹത്തെ ഖാദിയാക്കിയിരുന്നു. പാവം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തോട് അടുത്ത ദിവസങ്ങളൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇസ്മായിൽ സഖാഫി അടക്കമുള്ള ചില ആളുകളോട് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പല പ്രസ്താവനയും പലരും ഇറക്കിയതായിരുന്നു. അദ്ദേഹത്തിനോടും താല്പര്യമില്ലായിരുന്നു. ആ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ തൽക്കാലം ഒരു ജില്ലാ ഖാദിയാക്കി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ മരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ AP വിഭാഗം എല്ലാവരും സമ്മതിച്ചു, ഒന്നുകിൽ ഈ മലപ്പുറം ജില്ലയിൽ അവർക്ക് മഹല്ലുകൾ ഇല്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഖാദിയാക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഇല്ല എന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുണ്ടാവണം. ഇതാണ് ഇപ്പോൾ സാഹചര്യം കാണുന്നത്. എന്നിട്ട് അവർ കൂടിയിട്ട് AP യെ മലപ്പുറം ജില്ലാ ഖാദിയാക്കി പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അവർ തീരുമാനം വന്നുപോയി.
എന്നാൽ സത്യത്തിൽ പറയട്ടെ, ഇങ്ങനെ മുഴുവനും എല്ലാ ഫിത്നകൾക്കും എല്ലാ കുഴപ്പങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആള് ഖുതുബുൽ ആലമാണ്, ഔസുൽ അഅ്ലമാണ് എന്നൊക്കെ പറഞ്ഞിറക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ സിറാജ് പത്രത്തിൽ ഷെയ്ഖുസ്സമാൻ